بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് നല്ല മുസ്ലിമായി, മുഅ്മിനായി, മുവഹ്ഹിദായി, മുഖ്ലിസായി ജീവിക്കാൻ ഖുത്ബ നിർവഹിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളിൽ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ആ ബാധ്യത നിർവഹണം നാം മനസാ വാച കർമ്മണ അംഗീകരിച്ച് അല്ലാഹുവിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം, പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച വളരെ നേരത്തെ, ഇന്ന് ജുമുഅയുടെ ദിവസമാണ് എന്ന് മനസ്സിലാക്കി വളരെ നേരത്തെ എല്ലാം ഒരുങ്ങി അള്ളാഹുവിന്റെ ഭവനത്തിലെത്തിയവരാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സുബഹി ജമാഅത്ത് ഇന്ന് എന്നല്ല, എല്ലാ ദിവസവും ജാഗ്രത പാലിച്ച് ശ്രദ്ധയോടുകൂടി ജമാഅത്തായി നിർവഹിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാട്ടിൽ ഒരു വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന ഒരു കുടുംബത്തിന്റെയോ വ്യക്തിയുടെയോ സഹോദരന്റെയോ സഹോദരിയുടെയോ വാർത്ത കേൾക്കുമ്പോൾ അത് വാട്സാപ്പ് വഴിയാണെങ്കിലും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും അറിയാത്തവരാണെങ്കിൽ പോലും ഒരു ചെറിയ സംഖ്യ അതിന്റെ QR കോഡ് ഉപയോഗിച്ചോ അല്ലാതെയോ നേരിട്ട് വിളിച്ചോ ഒക്കെ കൊടുക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. അത് ഞാനിങ്ങനെ എടുത്തു പറഞ്ഞാൽ ഒരു ഖുത്ബ അതിന് തന്നെ വേണ്ടി വരും. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറുതും വലുതുമായ അമലുകൾ, ഇതെല്ലാം ചെയ്തിട്ട് അവസാനം ഇതെല്ലാം ചെയ്യാത്തവനെ പോലെ നമ്മളായി മാറിയാലോ? 5 നേരം നമസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ ലിസ്റ്റിലില്ല. ജുമുഅക്ക് നേരത്തെ എത്തിയിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ റെക്കോർഡിലില്ല. ഞാൻ പറയുന്നതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവണം. നമ്മൾ പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ രേഖയിലില്ല. സകാത്ത് കൊടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, ഒരാൾക്കും അറിയാത്ത വിധത്തിൽ രഹസ്യമായി ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ നിന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാണ് എന്ന് പറഞ്ഞാൽ പറ്റില്ല. എനിക്കെന്റെ കർമ്മത്തിന് പ്രതിഫലം തരണമെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കാൻ ആർക്ക് ധൈര്യമുണ്ടാകും? ആർക്ക് ചോദിക്കാനാവും? നാട് ഭരിക്കുന്ന രാജാക്കന്മാരെ പോലെയോ രാഷ്ട്രം ഭരിക്കുന്ന തലവന്മാരെ പോലെയോ നീതിയും അനീതിയും പ്രശ്നമാക്കാതെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അനീതിയുടെ വർത്തമാനം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഒരിക്കലില്ല. നമ്മൾ ചെയ്ത മൈന്യൂട്ട് കാര്യം നന്മയാണെങ്കിൽ അത് അള്ളാഹു അതിന് അനുസൃതമായ പ്രതിഫലം തരുമെന്ന കാര്യത്തിൽ തർക്കമില്ല, സ്വീകരിക്കും.
സ്വീകരിക്കാതെ പോയാൽ അള്ളാഹു വെച്ച മാനദണ്ഡങ്ങളെ അവഗണിച്ച് മാനദണ്ഡങ്ങളെ കാറ്റിൽ പറത്തി ഞാനും നിങ്ങളും കുറെ അമല് ചെയ്ത് റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ നെകളിപ്പ് കാട്ടി നിൽക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അത് തെറ്റായ ധാരണയാണ്. അങ്ങനെ ഒരു നെകളിപ്പിലും ഏതെങ്കിലും കയ്യൂക്കിലൊന്നും അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇനി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലേ ഗൗരവമായി ഓർക്കണം. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ വന്നി. ചെറിയ കാര്യമായിട്ടാണ് നമുക്ക് തോന്നുക. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ വന്നി. വിശ്വാസികളെ, നിങ്ങൾ ഊഹങ്ങളെ വെടിയണം. അയാൾ പറഞ്ഞു നേരത്തെ വന്നു, അതിനായിരിക്കാം. അയാൾ അതിൽ പോകുന്നുണ്ട്, ഇതിനായിരിക്കാം. നമുക്ക് എന്ത് ലാഭം കിട്ടും? വെറുതെ ആവശ്യമില്ലാത്ത ചിന്തിച്ചിട്ട് എന്ത് ലാഭം നമുക്ക് കിട്ടുക? അയൽവാസിയുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു, നമ്മൾ വെറുതെ ഇങ്ങനെ ഒഴിക്കുക, അത് പറയാനായിരിക്കും, ഇത് പറയാനായിരിക്കും. അപ്പുറത്തെ വീട്ടുകാർ ഇപ്പുറത്തെ വീട്ടുകാർ സംസാരിക്കുന്നുണ്ട്, എന്നെ കുറിച്ചായിരിക്കും, ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചായിരിക്കും. ഇങ്ങനെ എന്ത് ലാഭം കിട്ടി നമുക്ക്? അതുകൊണ്ട് അല്ലാഹു പറയ, വിശ്വാസികളെ, നിങ്ങൾ ഊഹങ്ങളെ വെടിയണം. ഇന്ന ബഅദ ഇസ്മുൻ. ഊഹങ്ങളിൽ പലതും കടുത്ത പാപമാണ്. ഒരു വിശ്വാസിയോട് നിങ്ങൾ ഊഹിക്കാൻ അവസരമുണ്ടാക്കരുതെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു 500ന് ചേഞ്ച് വേണം. 2 കടയിൽ കയറി കിട്ടിയില്ല. അപ്പൊ അപ്പുറത്തെ ബീവറേജാണ്, അപ്പുറത്തൊരു മദ്യഷാപ്പാണ്, അവിടെ കയറി ചില്ലറയാക്കി. എന്നിട്ട് ഞാൻ അവിടുന്ന് ചില്ലറയാക്കി ഇറങ്ങുമ്പോ എന്നെ പരിചയമുള്ള ഒരാള്, ഇയാളെന്താ ബീവറേജിൽ നിന്ന് ഇറങ്ങുന്നത്, ഇയാളെന്താ കള്ളുഷാപ്പിൽ നിന്ന് ഇറങ്ങുന്നത്. ഇങ്ങനെ ഊഹിക്കുവാൻ സാധ്യതയുള്ള മേഖലകളെ വിശ്വാസി ഒഴിവാക്കണം. നാട്ടിൽ അറിയപ്പെട്ട ഒരു വൃത്തികെട്ട പെണ്ണാണ്, സഹോദരിയാണ്. അവളിങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ വടിക്കുന്ന ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവളെ കുറിച്ച് മോശ അഭിപ്രായമാണ് ആളുകൾക്കിടയിൽ ഉള്ളത്. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് വെറുതെ ഒരു സംശയത്തിൽ ഇടമുണ്ടാക്കുന്നതിന് അവസരം കൊടുക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ അങ്ങനെ ഊഹിച്ച് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഊഹങ്ങളിൽ അധികവും പാപമാണ്. 2, വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദ. 2, 3 ചാരവൃത്തിയിൽ നിങ്ങൾ ഏർപ്പെടരുത്. ഓനെ കുറിച്ച് ഇങ്ങനെ ചുടിഞ്ഞ് അന്വേഷിച്ച് ചാരപ്പണി എടുക്കുന്ന ഒരു ഏർപ്പാട് വിശ്വാസിക്കില്ല. നമ്മൾ സ്ട്രൈറ്റ് ആണ്. നമുക്ക് എത്രയോ ഇടപെടേണ്ട കാര്യങ്ങളുണ്ട്, അവിടെയാണ് നാം ഇടപെടേണ്ടത്. ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇടപെടേണ്ട, ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കാനും പോകണ്ട. കുതിരപ്പുറത്ത് ഒരാൾ കലക്ഷൻ ചോദിച്ചു വന്നാൽ, കുതിരപ്പുറത്താ വന്നത്, എനിക്കൊരു ചെറിയ സഹായം വേണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ മാന്യമായി വർത്തമാനം പറയുക. വന്നതൊരു ബൈക്ക് ഓടിച്ചിട്ടാ 500 രൂപ കടം ചോദിക്കാൻ. എനിക്കൊരു ഗുളിക വാങ്ങാനുണ്ട്, ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞൊരു ബൈക്കിലാ വന്നത്. നമ്മളൊക്കെ ചിന്തിക്കുക, ബൈക്കിലൊക്കെ വന്നിട്ട് പോന് ഗുളിക വാങ്ങാൻ 500 രൂപയല്ലേ? അതൊന്നും ചിന്തിക്കണ്ട. ചിലപ്പോ ആരെങ്കിലും ബൈക്ക് വാങ്ങിയതായിരിക്കാം, ചിലപ്പോ അവന്റെ സ്വന്തം ബൈക്ക് തന്നെ ആയിരിക്കും. ഒരു 500 രൂപക്ക് ബുദ്ധിമുട്ടിയപ്പോ ചോദിച്ചതായിരിക്കും. എല്ലാറ്റിന്റെയും നന്മയുടെ വശങ്ങളെ നോക്കിക്കാണാനാണ് വിശ്വാസികളോട് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. എന്നിട്ട് ചോദിച്ചു, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത. നിന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോ സഹോദരന്റെ മാംസം തിന്നാൻ നീ ഇഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുമോ? ക്ലിയർ ആണ്. ഞാൻ വളരെ പതുക്കെയാണ് പറയുന്നത്, വാക്കുകൾ നിർത്തി. ഇന്നല്ലാഹ തവ്വാബുർ റഹീം. അല്ലാഹ് ഏറെ കാരുണ്യവാനും പശ്ചാത്താപം സ്വീകരിക്കുന്നവരുമാണ് എന്ന് സൂറത്തുൽ ഹുജറാത്തിൽ. അപ്പൊ ഈ ആയത്ത് നിങ്ങളെ കേൾപ്പിച്ചത് എന്തിനാണ്? പല മനുഷ്യർക്കുള്ളൊരു സ്വഭാവം എന്താണെന്നറിയോ? നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഗീബത്തിന്റെ ആളുകളാണ്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
കാറിൽ കയറി അപ്പൊ തുടങ്ങും മറ്റോന്റെ ഒരു കുറ്റം പറയൽ. നിങ്ങൾക്ക് എന്നറിയില്ല, ഇസ്മായിലിനറിയില്ല, അബൂബക്കറിനറിയില്ല, മുഹമ്മദിനറിയില്ല, ഖാദറിനറിയില്ല, ഇസ്മായിലിനറിയില്ല, ഇബ്രാഹിമിനറിയില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കുറ്റം. ഞാൻ ചോദിച്ചോ? ഇല്ല. ചോദിച്ചാൽ തന്നെ പറയാൻ പറ്റുമോ? പാടില്ല. എന്തിനാണ് ആ സംസാരത്തിലേക്ക് ആ സമയം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു, ലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര ദിക്റുകൾ, പ്രതിഫലങ്ങളെ വാരിക്കൂട്ടാൻ പറ്റിയ അവസരങ്ങൾ നമുക്കുണ്ട്. പിന്നെ എന്തിനാണ് ഒരാളുടെ പച്ചമാംസം തിന്നാൻ പോകുന്നത്? നിന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോ അവന്റെ പച്ചമാംസം തിന്നാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഇഷ്ടപ്പെടുമോ? ഖുർആനിന്റെ ചോദ്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കപ്പെട്ടു എന്നാണ് നബി ചോദിക്കപ്പെട്ടു എന്നാണ് നബിയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ് മൽ ഗീബ, നബിയെ എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? ശരിക്കും മനസ്സിലാക്കണല്ലോ നമ്മളെല്ലാരും. ഇതൊരു പൊതുപ്രസംഗം പോലെ സ്ട്രോങ് ആയ ഒരു സംസാരമല്ല, ഇതൊരു ഖുതുബയാണ്. നിങ്ങളുടെ മനസ്സുകളിലേക്ക് വാചകങ്ങൾ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മൽ ഗീബ, എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരന് വെറുപ്പുണ്ടാകുന്ന കാര്യം നീ പറയലാണ്. നിന്റെ സഹോദരന് വെറുപ്പുള്ള കാര്യം നീ പറയലാണ്. അപ്പോ സഹാബത്ത് ഉടനെ ചോദിച്ചു, ഖീല അഫറഅയ്ത ഇൻ കാന ഫീ അഖീ, എന്റെ സഹോദരനിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിലോ? ചോദ്യം കൃത്യമായി മനസ്സിലായിക്കോളൂ. നബിയെ, അവനിലുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത്, അവനിലുള്ള പോരായ്മയാണ് ഞാൻ പറയുന്നത്. അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, ഞാൻ പറയുന്നത് അവനിലുള്ള എന്റെ സഹോദരനിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിലോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഖാല ഇൻ കാന ഫീഹി മാ തഖൂൽ, താങ്കൾ പറയുന്നത് അവനിൽ ഉള്ള കുറ്റമാണ്, അവനിലുള്ള കുറവാണ്, അവനിലുള്ള പോരായ്മയാണ് നീ പറയുന്നതെങ്കിൽ ഫഖദ് ഇഖ്തബ്തഹു, അതാണ് ഗീബത്ത്. അതാണ് ഗീബത്ത്. അത് പറയേണ്ടത് ആരോടാ? ഇപ്പൊ ശിഹാബ് എന്ന എന്തിൽ പോരായ്മയുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് അത് അറിയും. ആരോടാ പറയേണ്ടത്? വേറെ ഏതെങ്കിലും ഒരാളോട് പറഞ്ഞിട്ട് കാര്യമല്ല, അത് ഗീബത്താണ്. എന്നെ സ്വകാര്യമായിട്ട് വിളിച്ച് സൈഡിലേക്ക് കൊണ്ടുപോയി അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാത്ത വിധത്തിൽ എന്നോട് പറയാ, നിങ്ങളിൽ ഇന്നൊരു പ്രശ്നമുണ്ട് എന്നറിഞ്ഞു, ശരിയാണോ? ആണെങ്കിൽ തിരുത്തണം കേട്ടോ. അത് നന്മയാണ്. എന്റെ പുറത്ത് കുപ്പായത്തിൽ ചെളിയുണ്ട്, അത് കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ബാക്കിൽ പോണ ആള് തോണ്ടിയിട്ട് കുപ്പായം കണ്ടിട്ട് നോക്കെ അവന്റെ കുപ്പായം, ഓനും ചിരിച്ച്. എനിക്കെന്ത് മാറ്റം ഉണ്ടാവൂ? എന്റെ കുപ്പായത്തിലെ ചെളി പോവോ? ഞാൻ കുപ്പായം മാറ്റുവോ? എല്ലാരും ചിരിക്കണേ, എനിക്ക് മനസ്സിലായില്ല. ഇതാ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണത്. ഓന്റെ പോരായ്മ, പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന ഓന്റെ പോരായ്മ നിസ്കരിക്കാൻ വന്ന വേറൊരുത്തരോട് പറയും, ഓനോട് പറയും, നിങ്ങൾ ഈ പെരുമാറ്റം ശരിയല്ല കേട്ടോ എന്ന് അയാളോട് സ്വകാര്യമായി പറയും. അയാൾ തിരുത്തണ്ടേ? അപ്പൊ ഉള്ള കുറ്റം വേറൊരാളോട് പറയുന്നതാണ് ഗീബത്ത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇല്ലം യകുൻ ഫീഹി മാ തഖൂൽ, നീ പറയുന്നത് അവനിലില്ലാത്ത കാര്യമാണെങ്കിൽ ഫഖദ് ബഹത്തഹു, നീ അവനെ കുറിച്ച് കള്ളം പറഞ്ഞതിന്റെ കുറ്റമാണ് കിട്ടുക. ഇല്ലാത്തത് പറഞ്ഞാൽ നീ കള്ളം പറഞ്ഞതിന്റെ കുറ്റം, ഉള്ളത് പറഞ്ഞാൽ ഗീബത്തിന്റെ കുറ്റം. സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. പിന്നെ ചില ആളുകൾക്ക് ഏഷണിയാണ്. മെല്ലെ അപ്പുറത്തെ വീട്ടിൽ പോവും ഭാര്യ, ഉമ്മ, പെങ്ങള്, എന്നിട്ട് അവിടെ സ്ത്രീകളോട് ഇങ്ങനെ സംസാരിക്കും. അവിടുന്ന് പലതും കിട്ടും. മൂന്നാമത്തെ വീട്ടിലേക്ക് പോകും, ഇവരെ പറഞ്ഞ് അവരെ ഇങ്ങനെ കത്തിക്കും. ആ വീട്ടുകാരും തമ്മിൽ ഈ വീട്ടുകാരും തമ്മിൽ തെറ്റിക്കും. രണ്ടാളും തമ്മിൽ തല്ലുകൂടുമ്പോ ഇവൻ മധ്യസ്ഥനായും നടുവിലുണ്ടാവും. ഞാൻ നിങ്ങൾ തല്ലാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ നിങ്ങൾ ബഹളുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ സൈനബാന്റെ പണിയാണ്, ഈ ഫാത്തിമാന്റെ പണിയാണ്, ഈ ആയിഷന്റെ പണിയാന്നൊക്കെ പറഞ്ഞ് കച്ചറ കൂടുമ്പോ അവർ രണ്ടുകൂട്ടരും പറയുമ്പോ പറയും, ഞാൻ നിങ്ങൾ ബഹളുണ്ടാക്കാൻ പറഞ്ഞതല്ല. പിന്നെ എന്താ എന്റെ ഉദ്ദേശം? എന്തായിരുന്നു എന്റെ ഉദ്ദേശം? ഇവർ രണ്ടാളും കെട്ടിപ്പിടിച്ച് സന്തോഷിക്കലോ ആണോ? എന്തായിരുന്നു ലക്ഷ്യം ഈ സംസാരത്തിന്റെ? അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത നമാമുൻ, ഏഷണിക്കാർ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല എന്ന്
മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഗൗരവം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ കുറച്ച് ഉയരം കുറവാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോ നബിയുടെ മറ്റേ ചെറിയ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഉയരം കുറഞ്ഞ ഭാര്യ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ നബി ഇങ്ങനെ തോണ്ടിയിട്ട് ആയിഷ ബീബി തമാശയിൽ കൂടി പറഞ്ഞു, നിങ്ങളെ ചോട്ട വരുന്നുണ്ട് ഇത്രയേ ഉള്ളൂ. തസീറ, മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 ഭാര്യമാർ ഒരേ സമയമുണ്ട്. നമ്മുടെ ഉമ്മമാരാണെങ്കിൽ ഒരു സ്ത്രീകളാണ്. ചെറിയ ചെറിയ പോരായ്മയും കുശിമ്പൊക്കെ അവരടുത്തുണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആയിഷ ബീബി പറഞ്ഞു നബിയോട്, നിങ്ങളെ കസീറ വരുന്നുണ്ട്. എന്റെ അർത്ഥം നിങ്ങളെ ചോട്ട ഉയരം കുറഞ്ഞ ആള് വരുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബിയോട് പറഞ്ഞു, ലഖദ് ഖുൽതി കലിമ, നീ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജതുഹു, അത് കൊണ്ടുപോയി കടലിൽ കലക്കിയാൽ കടൽ കലങ്ങിപ്പോകും ആയിഷ. നീ ഇപ്പൊ പറഞ്ഞ വാക്കില്ലേ, സമുദ്രത്തിൽ കൊണ്ടുപോയി കലക്കിയാൽ സമുദ്രം കലങ്ങിപ്പോകും. അതുകൊണ്ട് തെറ്റുപറ്റിയെന്നവരോട് പറ. നമ്മളൊക്കെ പറഞ്ഞതൊക്കെ കൂട്ടുകയാണെങ്കിൽ ഇനി കലക്കാൻ കടലുണ്ടാവും. ഉണ്ടാവോ? ഒരു കസീറ ചോട്ട എന്ന് വിളിച്ചിനപ്പ ഈ പ്രശ്നം. നീളം കൂടിയ വേറെ പേര്, നീളം കുറഞ്ഞ വേറെ പേര്, തടി കൂടിയ വേറെ പേര്, കാലിന് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ വേറെ പേര്, അറിയപ്പെടലിന് അങ്ങനെ ആയിരിക്കും. ഒറിജിനൽ പേര് പറഞ്ഞാൽ അറിയില്ല. അവന്റെ രണ്ടാമത്തെ പേരിലെ നാട്ടിൽ അറിയുള്ളൂ. എന്നിട്ട് ചിരിക്കല, എന്നിട്ട് നിസ്കരിക്കാൻ 5 നേരം വന്ന അല്ലാഹു അക്ബർ, അല്ലാഹു എന്റെ പാപങ്ങൾ പുറത്തു തരണേ, നന്നായി പുറത്തു തരുക. മറ്റുള്ളവരെ പച്ച മാംസം തിന്ന് പരിഹസിച്ച് ഏഷണി നടത്തി, ഗീബത്ത് നടത്തി, അള്ളാന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് ദുആ ചെയ്താൽ പടച്ചവൻ സ്വീകരിക്കുമെന്ന തെറ്റായ ധാരണ ഒരു വിശ്വാസിക്കുണ്ടാകരുത് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. മാത്രമല്ല, നബി ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നാളെ പരലോകത്ത് അദ്ദേഹം പറയാ, നാളെ പരലോകത്ത് അല്ലാഹു തആല ആ അടിമക്ക് അവന്റെ കിതാബ് കയ്യിൽ കൊടുക്കും. അപ്പോ ഒരു അടിമ ആ കിതാബ് നോക്കിയിട്ട് ഫയറാ ഫീഹി ഹസനാത്ത്, ധാരാളം നന്മകൾ ആ കിതാബിൽ ഇങ്ങനെ കാണുന്നുണ്ട്. എന്നിട്ട് ആ അടിമ പറയാ, ലം യകുൻ അമിലഹ, ഈ നന്മകളുടെ അമലുകളുടെ പ്രതിഫലം ഈ കിതാബിൽ ഇങ്ങനെ കാണുമ്പോ ഇയാൾ ചെയ്യാത്ത അമലിന്റെ കൂലിയൊക്കെ ഈ കിതാബിൽ വന്നിട്ടുണ്ട്. അള്ളാഹു നാളെ തരുന്ന രേഖയിൽ ഇവന്റെ കയ്യിൽ കൊടുക്കുന്ന കിതാബിൽ ഇവൻ ചെയ്യാത്ത സൽക്കർമ്മങ്ങളുടെ അമലുകളുടെ കൂലിയൊക്കെ ഇതിലിങ്ങനെ കാണുകയാണ്. ഫയഖൂലു യാ റബ്ബ്, എന്റെ റബ്ബേ, എന്റെ റബ്ബേ. ഈ അടിമ ചോദിക്കുകയാണ് അല്ലാഹുവിനോട്, പടച്ചവനെ, മിൻ ഐന ലി ഹാദാ, എങ്ങനെയാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയത്? ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ റബ്ബേ, ഇത്ര വലിയ കൂലി എനിക്ക് എങ്ങനെ കിട്ടി? അല്ലാഹുവിന്റെ മറുപടി, ഫയഖൂലു ഹാദാ ബിമഖ്തബാക അന്നാസ് വഅൻത ലാ തഷ്കുർ, നീ അറിയാത്ത വിധത്തിൽ നിന്നിൽ നടത്തിയ ആളുകൾ നടത്തിയ പരദൂഷണത്തിന്റെ പ്രതിഫലമായി അവരുടെ സൽക്കർമ്മങ്ങൾ നിന്നിലേക്ക് തന്നതാണ്. മനസ്സിലായിട്ടില്ലേ പറഞ്ഞ്? നമ്മൾ ചെയ്യാത്ത അമലിന്റെ കൂലി വരെ കിതാബിൽ കാണുമ്പോ അള്ളാഹുവിനോട് അടിമ ചോദിക്കുക, റബ്ബേ, ഇതൊന്നും ഞാൻ ചെയ്യാത്ത അമലാണല്ലോ, എങ്ങനെയാണ് എനിക്ക് ഇതിന്റെയൊക്കെ കൂലി കിട്ടിയത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹ് പറയാ, നീ അറിഞ്ഞിട്ടില്ല, ഒരുപാട് മനുഷ്യർ നിന്നെ കുറിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രതിഫലം നിന്നിലേക്ക് എഴുതിയതാണ് എന്ന് അല്ലാഹു അവനോട് പറയുമെന്നാണ്. ചോർച്ച സംഭവിക്കും. അതായത് നേരത്തെ പറഞ്ഞത്, നിസ്കരിക്കുന്ന ആള്, സ്വതക്ക കൊടുക്കുന്ന ആള്, സക്കാത്ത് കൊടുക്കുന്ന ആള്, ഹജ്ജ് ചെയ്ത ആള്, ഉംറ ചെയ്ത ആള്, നാട്ടിൽ വീടുണ്ടാക്കി കൊടുത്ത ആള്, കിണർ കുടിച്ചു കൊടുത്ത ആള്, പക്ഷെ ഏഷണി പരദൂഷണം ഒക്കെ ആയിട്ട് നടക്കണേ. ഒരു അമലും നമ്മുടെ റെക്കോർഡിൽ ബാക്കിയാവാതെ ചോർന്നു പോകും. ആരെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത് അവിടെ രേഖയിലേക്ക് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തൊരു ഹദീസ് കേട്ടോളൂ. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ,
ആ പ്രവാചകൻ മർറ ബിഖബ്റൈനി, രണ്ട് ഖബറുകൾക്ക് അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഫഖാല, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നഹുമാ യുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫി കബീർ ബലാ ഇന്നഹു കബീർ അമ്മാ അഹദുഹുമാ ഫകാന യംശി ബിന്നമീമ വഅമ്മൽ ആഖർ ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി. രണ്ട് ഖബറിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു പോവുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രണ്ട് ഖബറിൽ കിടക്കുന്നവർക്ക് കടുത്ത ഖബർ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വലിയ, നിങ്ങളുടെ കണ്ണിൽ വലിയ കുറ്റം, അങ്ങനെയല്ലോ കൊലപാതകം അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്രമങ്ങളൊക്കെയാണ് നമ്മൾ വലിയ കുറ്റമായിട്ട് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഈ കടുത്ത ശിക്ഷ കിട്ടാൻ ഈ മനുഷ്യർ ചെയ്ത തെറ്റെന്തെന്നറിയുമോ? ഒന്നാമത്തെ ആള് ഫകാന യംശി ബിന്നമീമ, ഏഷണിയുമായി നടന്ന ആളാണ് ഒരു ഖബറിലുള്ളത്. കടുത്ത ശിക്ഷ ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മൂത്രമൊഴിച്ചിട്ട് മര്യാദക്ക് വൃത്തിയാക്കാത്ത ആളാണ്. ഇതിന്റെ പേരിൽ ഈ ഖബറിൽ കിടക്കുന്ന ആൾക്ക് കടുത്ത ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ടൈറ്റുള്ള പാന്റൊക്കെ ഇട്ട് അല്ലേ, അങ്ങനെയാണല്ലോ നമുക്ക് അള്ളാന്റെ ഖുർആനും അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാതൃക ഒന്നല്ല നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സൊന്നും അല്ല. സിനിമ നടൻ ടൈറ്റാക്കിയാൽ നമ്മൾ പാന്റ് ടൈറ്റാക്കും, സെലിബ്രിറ്റികൾ ലൂസാക്കിയാൽ നമ്മൾ ലൂസാക്കും. അവര് കുപ്പായം ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ പാന്റിന്റെ ഒപ്പാക്കി കാണിച്ചു കൊടുത്താൽ പിറ്റേന്ന് ആ മോഡലായി. എന്നിട്ട് റുക്കുവിൽ പോകുമ്പോ പൊക്കലിന് മുട്ടിനിടയിലുള്ള ഭാഗം കാണും. പിന്നെ നിസ്കാരം ശരിയാവോ? ഔറത്ത് മറക്കാത്ത നിസ്കാരം അല്ലാഹു സ്വീകരിക്കുവോ? സ്വീകരിക്കൂല. സുജൂദ് പോകുമ്പോ കുപ്പായം വലിയും. ആ സെലിബ്രിറ്റികൾ എങ്ങനെയാണ് കാണിച്ചത്? ഓന്റെ നിസ്കാരം ഒരു പ്രശ്നമല്ല, ഓന് ഇഷ്ടപ്പെട്ട നടനോ ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റിയോ അതാണ് ഓന്റെ മുടിയുടെ മോഡല്, അവന്റെ ശരീരം, അവന്റെ വസ്ത്രം എല്ലാം അങ്ങനെയാക്കാൻ അവൻ ശ്രമിക്കുക. അതുകൊണ്ട് നേരെ ഇരുന്ന് മൂത്രയിക്കാൻ പറ്റുന്നില്ല, നേരെ നിന്നിട്ട് മൂത്രയിക്കാൻ പറ്റുന്നില്ല, പ്രയാസാണ്. അത്ര ടൈറ്റായ ഡ്രസ്സൊക്കെയാണ്. എന്നിട്ട് മൂത്രയിച്ച് തിരിച്ചു പോരുമ്പോ 2-3 തുള്ളി മൂത്രം വസ്ത്രത്തിലേക്കായി. ഖബറിൽ നിന്ന് അള്ളാഹു വെറുതെ വിടുകയില്ല. കടുത്ത ശിക്ഷ മൂത്രമൊഴിച്ചിട്ട് മര്യാദക്ക് വൃത്തിയാക്കാത്തവന് ഖബറിൽ കിട്ടുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത്. ഇനി മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ കിതാബായ ഒരുപാട് ഗ്രന്ഥം രചിച്ച മഹാനായ പണ്ഡിതനാണ് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ അത്തദ്ഖിറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കേട്ടോ, ഒരുപാട് ഗ്രന്ഥങ്ങളുള്ള ഒരു വലിയ പണ്ഡിതനും എഴുത്തുകാരനും വാഗ്മിയും ഒക്കെയാണ് ഇബ്നു ജൗസി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ അത്തദ്ഖിറ എന്ന ഗ്രന്ഥത്തിൽ ഗീബത്തുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹം പറയണേ, ഫകം അഫ്സദത്തുൽ ഗീബ മിൻ അഅമാലി സ്വാലിഹീൻ. നല്ല മനോഹരമായ സാഹിത്യ പ്രയോഗം നടത്തുന്ന പണ്ഡിതനാണ്. ഫകം അഫ്സദത്തുൽ ഗീബ മിൻ അഅമാലി സ്വാലിഹീൻ. എത്രയെത്ര സൽക്കർമ്മങ്ങൾ ചെയ്തവരുടെ സൽക്കർമ്മങ്ങളെയാണ് ഗീബത്ത് ഫസാദിലാക്കി കളഞ്ഞത്, നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഒരുപാട് സൽക്കർമ്മം ചെയ്ത മനുഷ്യരുടെ അമലുകളെ അവന്റെ ഗീബത്ത് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. എത്ര സൽക്കർമ്മം ചെയ്ത ആളുകളുടെ പ്രതിഫലത്തെയാണ് അവന്റെ ഗീബത്ത് തകർത്തു കളഞ്ഞത്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ കോപം എത്രയെത്ര ആളുകളാണ് ഈ ഗീബത്തിലൂടെ നേടിയെടുത്തിട്ടുള്ളത്. ഗീബ എന്ന് പറഞ്ഞാൽ ഫാഖിഹത്തുൽ അർദലീൻ, നീചന്മാരുടെ ഭക്ഷണമാണ്. വസിലാഹുൽ ആജിസീൻ, ദുർബലരുടെ അശക്തരുടെ ആയുധമാണ്. ഈ ഗീബത്ത് പറഞ്ഞു നടക്കുന്ന ആള് പറഞ്ഞാലേ മനസ്സിനും ശരീരത്തിനും ഒക്കെ ശക്തിയില്ലാത്ത ആളാണ്. ഓനെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, നാടൻ ഭാഷ പ്രയോഗിക്കാൻ പറ്റില്ല, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ പിന്നെ ഈ അർത്ഥത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ ഓനെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുക. ഇവൻ എന്തെങ്കിലും നഷ്ടമോ? ഇല്ല. അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങൾക്ക് ശ്രദ്ധിച്ചോ? എത്ര ആളുകളാണ് അവരുടെ സൽക്കർമ്മങ്ങളെ ഗീബത്ത് കൊണ്ട് ഫസാദാക്കി കളഞ്ഞത്. എത്ര സൽക്കർമ്മം ചെയ്ത ആളുകളുടെ പ്രവർത്തനത്തെയാണ് തകർത്ത് കളഞ്ഞത്.
നശിപ്പിച്ചു കളഞ്ഞത്. അള്ളാഹുവിന്റെ കോപം എത്രമാത്രമാണ് ഈ ആളുകൾ ഇതിലൂടെ നേടിയെടുത്തത്, അല്ലെങ്കിൽ വാങ്ങേണ്ടി വന്നത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഫാക്കിഹത്തുൽ അർദലീൻ, നീചന്മാരുടെ നിന്ദ്യന്മാരുടെ ഭക്ഷണ വിഭവമാണ്. വസിലാഹുൽ ആജിസീൻ, ദുർബലരുടെ അശക്തരുടെ ആയുധമാണ്. പോരാ, മുലഗത്തുൻ ത്വലമ ലഫലത്ഹാ അഫ്വാഹുൽ മുത്തഖീൻ. എത്ര മനോഹരമായ വാക്കാണ്. നിങ്ങൾ മുത്തഖീങ്ങളായി കാണുന്ന എത്രയെത്ര മനുഷ്യരുടെ നാവുകളാണ് കേട്ടോ, എത്രയെത്ര ആളുകളുടെ മുത്തഖീങ്ങളായി കാണുന്ന എത്രയെത്ര ആളുകളുടെ വായുകളാണ് ഇത് ചവച്ചിറക്കിയിട്ടുള്ളത്. മുത്തക്കിങ്ങളായ ആളുകൾ വരെ ചിലപ്പോ ഇങ്ങനെ മറ്റൊരു ഗീബത്ത് പറയുമ്പോ ശരി തന്നെ, അങ്ങനെ തന്നെയാണ്, യോ അങ്ങനെയൊക്കെ ഉണ്ടായോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഒപ്പം കൂടി ചവച്ചിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാന്യന്മാരായ ആളുകളെ എത്ര ചെവികളാണ് ഇത് ഉള്ളിലേക്ക് ഇറക്കിയിട്ടുള്ളത്. അത് കേട്ടിരിക്കുന്ന ആളുകൾ പറയാനൊന്നുമില്ല, എന്നാലും ഇങ്ങനെ കേട്ടിരിക്കും. തുടങ്ങുമ്പോൾ പറയണ്ടേ, ഞാൻ അത് കേൾക്കാനില്ല, ഞാൻ ഗീബത്ത് കേൾക്കാനില്ല, കുറ്റം പറയാനും തുടങ്ങി കേട്ടാൽ ഉടനെ വേണ്ടട്ടോ എനിക്കത് ഇഷ്ടമല്ല, ഞാൻ കേൾക്കാനില്ല പറഞ്ഞിട്ടുണ്ടോ? മൂളിക്കൊടുക്കലാണോ? കേട്ടിരിക്കലാണോ? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇബ്നു ജൗസി റഹിമഹുല്ല പറയാണ്, മാന്യന്മാരുടെ കേൾവികൾ പോലും ഈ പച്ച മാംസം അവിടെ കർണപുടങ്ങളിലൂടെ ഇറക്കി വിട്ടിട്ടുണ്ട്, കേൾവി കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. എത്രയെത്ര മുത്തഖീങ്ങളുടെ വായും നാവുമാണ് ഈ പച്ച മാംസത്തെ ഇറക്കിയിട്ടുള്ളത്. തന്നെ പോരെ ഒരു വിഷയം മുഴുവൻ, ഒരു ദിവസം മുഴുവൻ പറയാൻ. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അത്തദ്കിറ എന്ന ഗ്രന്ഥത്തിലൂടെ ഈ കാര്യം പറയുകയാണ്. ഇനി ഇതിനെന്താ പരിഹാരം? ഒരു ഖുത്ബയിൽ നമുക്ക് കുറെ സമയം സംസാരിക്കാൻ കഴിയില്ലല്ലോ. എന്താ പരിഹാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഈ ഏഷണി, പരദൂഷണം, മറ്റുള്ളവരെ കളിയാക്കാൻ പോവുക, ഇതൊക്കെ ദുർബലരുടെ ആയുധമാണ് എന്ന് ജൗസി പറഞ്ഞില്ലേ? അല്ലേ? അശക്തരുടെ ആയുധമാണത്, മോശപ്പെട്ട ആളുകളുടെ ഭക്ഷണമാണെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? ഇത് നബിയോട് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ്, മൻ നജാത്ത്, എങ്ങനെയാണ് വിജയിക്കാൻ പറ്റുക? എങ്ങനെയാണ് പ്രവാചകനെ വിജയിക്കാൻ പറ്റുക? ഖാല, പ്രവാചകൻ പറഞ്ഞു, അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നിനക്ക് പിടിച്ചു കെട്ടാൻ കഴിയണം. കഴിയോ? ഇത് പറയാൻ എളുപ്പാ, കേൾക്കാനും എളുപ്പാ. ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് ചില നാട്ടിലും ഗ്രാമത്തിലൊക്കെ ചില സ്ത്രീകളെ കുറിച്ച് പറയും, അവള് വരുന്നുണ്ട്, ഇനി നല്ല രസമായിരിക്കും. എന്താണ് രസം? നോണ പറയാ, ചിരിപ്പിക്കുക, മറ്റോലെ കുറ്റം പറയാ. ഇവന്റെ കൂടെ യാത്ര ചെയ്യാൻ നല്ല രസമാണ്. എന്താ കാരണം? വെറുതെ ആവശ്യമില്ലാത്ത കോമഡി പറയാ, മറ്റുള്ളവരെ കുറ്റം പറയാ, എന്നിട്ടിങ്ങനെ ചിരിക്കുക, ഓർത്ത് ചിരിക്കുക. അതുകൊണ്ട് അള്ളാന്റെ പ്രവാചകൻ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് ജയിക്കണോ? നിനക്ക് ജയിക്കണോ? അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നീ പിടിച്ചു കെട്ടണം. വെറുതെ പറഞ്ഞതൊന്നല്ല. രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതിനെയും രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ളതിനെയും ലൈംഗിക അവയവത്തെയും എല്ലില്ലാത്ത ഈ ഇറച്ചി കഷ്ണമാകുന്ന നാവിനെയും ആര് സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരുന്നുവോ, ഞാൻ ജാമ്യം നിൽക്കാം നിങ്ങൾക്ക് സ്വർഗത്തിന്. ചില്ലറ വാക്കൊന്നുമില്ല. രണ്ട് കാര്യം പറഞ്ഞത്. ഒന്ന്, നിങ്ങളുടെ ലൈംഗിക അവയവത്തെ സൂക്ഷിക്കാമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? അനാവശ്യങ്ങൾ ചിന്തിച്ച് സ്വയഭോഗത്തിലേക്ക് പോകുന്നവർ, വ്യഭിചാരത്തിലേക്ക് പോകുന്നവർ, അങ്ങനെ പല തിന്മകൾ ഉണ്ട്. രണ്ട്, നാവുകൊണ്ട് ചാറ്റ്, എന്തൊക്കെ വർത്തമാനങ്ങളാണ്, അവിഹിതങ്ങളിലേക്കുള്ള തുടക്കം, പലതുമുണ്ട്. ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ ഈ എല്ലില്ലാത്ത ഈ നാവിന്റെ കഷ്ണം മതി. അയാൾക്ക് ഭാര്യനെ കുറിച്ച് ഒരു സംശയമില്ല. എന്റെ ഭാര്യനെ ഞാൻ അവിടെ കണ്ടു എന്ന് വെറുതെ ഒരു 10 സെക്കൻഡ് പോലില്ലാത്ത വർത്താനം പറഞ്ഞു വിട്ടാൽ മതി, ചിലപ്പോ ആ കുടുംബം തകരും. അതുകൊണ്ട് നാവിനെയും ലൈംഗിക അവയവത്തെയും ജനനേന്ദ്രിയത്തെയും സൂക്ഷിക്കാമെന്ന് ആര് ഉറപ്പു തരുന്നുവോ അവർക്ക് സ്വർഗത്തിന് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിജയത്തിന്റെ മാർഗം എന്താണ്?
ഒന്ന് അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ പിടിച്ചു കെട്ടണം. രണ്ട് വലിയസഅക ബൈതുക, നിനക്ക് നിന്റെ വീട് മതി, അവിടെ ഒതുങ്ങാൻ നിനക്ക് കഴിയണം. വെറുതെ ചില ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്തിനാ? ആവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ആവശ്യം കഴിഞ്ഞാൽ വീട്ടിൽ വരണം. വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്തിനാ കണ്ണൂരിൽ ഇറങ്ങിയത്? കാര്യമില്ല, പിന്നെ വെറുതെ. എന്താ ഈ അങ്ങാടിയിൽ ഇരിക്കുന്നത്? ഒന്നുമില്ല, സാധനം വാങ്ങാൻ വന്നതല്ല, പിന്നെ വെറുതെ കുറച്ചേരൊക്കെ സംസാരിച്ചിട്ട് പോകാം. ചെറിയ പണ്ടത്തെ ഏതെങ്കിലും ഒരു ചായ പീടിയൊക്കെ ഉണ്ടാവും, അവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ടാവും മുന്നിൽ, അവിടെ നിന്ന് ഇരിക്കും. രാവിലെ ചായ കുടിക്കാൻ വരുന്നവർക്ക് പോലും സീറ്റ് കിട്ടൂല, ഇവരവിടെ ഇരുന്നിട്ടുണ്ടാവും. എന്നിട്ട് അങ്ങനെ വർത്താനം പറയാ, വരുന്നവരെ കുറിച്ചും പോകുന്നവരെ കുറിച്ചും നാടിനെ കുറിച്ചും രാഷ്ട്രീയത്തെ കുറിച്ചും പറഞ്ഞിട്ടിരിക്കുക. ആവശ്യം കഴിഞ്ഞാൽ വീട്ടിൽ പോണം. നിനക്ക് നിന്റെ വീട് വിശാലമായ സ്ഥലമായി തോന്നണം. കൂരായിരിക്കും നിന്റെ വീട്, ഒരു കൂരായിരിക്കും, ഒരു ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ ചെറിയ കുടിലായിരിക്കും, അത് മതി, അവിടെ നീ ഒതുങ്ങണം. വബ്കി അലാ ഖതിഅതിക, നീ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് നീ കരയണം. ഈ മൂന്ന് മാർഗമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഈ ഖുതുബ കഴിഞ്ഞു പോകുമ്പോൾ മനസ്സിലുണ്ടാവണം കേട്ടോ മൂന്ന് കാര്യം. ഒന്ന്, നിന്റെ നാവിനെ നിനക്ക് പിടിച്ചു കെട്ടാൻ കഴിയണം. സഹോദരിമാരെ, നിങ്ങൾ പർദയിട്ട് മഫ്തയിട്ട് പള്ളിയിൽ വന്നിട്ട് ഈ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ആണിന്റെ കുറ്റം പറയാനാണ്, ഗീബത്ത് പറയാനാണ്, വീട്ടിൽ പോയി അപ്പുറത്തെ അയൽവാസിയുടെ വീട്ടിലിരുന്ന് നമീമത്ത് പറയാനാണ്. നിങ്ങൾ പർദയിട്ട് മഫ്തയിട്ട് പള്ളിയിൽ വരേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? പള്ളിയിലേക്ക് വരുമ്പോ വർത്താനം, പോകുമ്പോ വർത്തമാനം. പച്ച മാംസം തിന്നിട്ട് അപ്പുറമുള്ളവന്റെ ഇപ്പുറമുള്ളവന്റെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരണമെന്നില്ല. വീട്ടിലിരുന്നോ, നിന്റെ വീട് നിനക്ക് മതി. ചെയ്തു പോയ തെറ്റുകൾ ഇന്നുവരെ, ഈ കുറുവ പള്ളിയിൽ ഖുതുബ കേൾക്കുന്നവരെ, ഇന്നുവരെ ജീവിതത്തിൽ സംഭവിച്ചു പോയ നാവുകൊണ്ട്, കണ്ണുകൊണ്ട്, കൈകാലുകൾ കൊണ്ട്, ഖൽബ് കൊണ്ട് ഓർത്തുപോയത്, ചെയ്തു പോയത്, ചിന്തിച്ചു പോയത്, സാക്ഷി നിന്നുപോയത്, കൂട്ടുനിന്നു പോയത്, തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് നീ കരയൂ. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിക്കുക, രക്ഷപ്പെടാൻ പറ്റും. ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഗീബത്ത്, ഈ പരദൂഷണം, അശദ്ദു മിനസ് സിന, വ്യഭിചാരത്തെക്കാൾ ശക്തമായതാണ്. കേൾക്കുമ്പോ സ്വഹാബികൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവുമല്ലോ. ഒരു മനുഷ്യനെ പറ്റി കുറ്റം പറഞ്ഞത്, ഉള്ള കാര്യം പറഞ്ഞത് വ്യഭിചാരത്തെക്കാൾ ശക്തമാണ്. അപ്പോ അവര് ചോദിച്ചു, പ്രവാചകരെ, വകൈഫൽ ഗീബ അശദ്ദു മിനസ് സിന, എങ്ങനെയാണ് ഈ വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റ് ഈ ഗീബത്താവുക? ഖാല, പ്രവാചകൻ പറഞ്ഞു കൊടുത്തു കേട്ടോ, ഇന്നർ റജുല ലയസിനി ഫയതൂബുല്ലാഹു അലൈഹി. വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാം. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, തെറ്റായി പോയി, പടച്ചവനെ മാപ്പ് കൊണ്ട, പൊട്ടിക്കരഞ്ഞു, അവൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി. ഇസ്ലാമിക ഭരണക്കുള്ള സ്ഥലത്താണെങ്കിൽ, കല്യാണം കഴിച്ച ആളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷക്കുണ്ട്, അവനെ കൊല്ലണമെന്നുള്ള ശിക്ഷക്കുണ്ട്. നിൽക്കട്ടെ, അങ്ങോട്ട് പോകുന്നില്ല. എന്നിട്ട് പ്രവാചകൻ പറയാണ്, എന്നാൽ വഇന്ന സ്വാഹിബൽ ഗീബ ലാ യുഗ്ഫറു ലഹു ഹത്താ യഗ്ഫിറഹാ ലഹു സ്വാഹിബുഹു. നിങ്ങൾ ഒരാളെ പറ്റി ഗീബത്ത് പറഞ്ഞുണ്ടാക്കിയത് ആരെക്കുറിച്ചാണോ അയാൾ നിങ്ങൾക്ക് മാപ്പു തരാതെ നിങ്ങൾക്ക് ആ ഗീബത്ത് നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കളയുമെന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? ചിലപ്പോ അവസരം കിട്ടൂല, ചിലപ്പോ കണ്ണൂരിൽ കുറുവയിൽ ജോലിക്ക് വന്നായിരിക്കും, 2 മാസം കഴിഞ്ഞപ്പോ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടാവും. അയാളെ പറ്റി വെറുതെ എന്തെങ്കിലും പറഞ്ഞു, പിന്നെ അയാളെ കണ്ടിട്ടില്ല, അയാളുടെ മാപ്പ് വയ്ക്കാൻ അവസരമില്ല. മനസ്സിലാണുണ്ടോ? അത്ര ഗൗരവമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുതുബ അങ്ങനെ കേട്ട് സുഹൃത്തുക്കളെ, ശരി തന്നെയാണ്, ഭരണമൊക്കെ ശരിയാ, ശരിക്കും മാറാൻ വയ്യ എന്ന തീരുമാനെങ്കിൽ വെറുതെയാണ് നമ്മുടെ ജുമാ.
വെറുതെയാണ് നമ്മുടെ അമലുകൾ. എത്ര തറാവീഹ് നമസ്കാരങ്ങളാണ് നമ്മൾ കരഞ്ഞു നിർവഹിച്ചത്, എത്ര സുജൂദുകളിലാണ് നമ്മൾ എത്രയോ സമയം കിടന്നത്. നമ്മുടെ മക്കളുടെ, നമ്മുടെ ഭാര്യയുടെ, കുടുംബത്തിലെ ഉമ്മയുടെ, വാപ്പയുടെ രോഗങ്ങളെ കുറിച്ച് ആലോചിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലേക്ക് എത്ര തവണയാണ് നമ്മൾ പൊട്ടിക്കരഞ്ഞത്. എല്ലാ പ്രാർത്ഥനകളും അമലുകളും നഷ്ടമാകാൻ ഈ ചെറിയ കാരണങ്ങൾ മതി എന്ന് പറയുമ്പോൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പള്ളിയിൽ ഇനി ആദ്യം വരുന്ന ആൾക്ക് സ്വർഗ്ഗമുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, സമയമില്ല. വന്ന ആള് ആരാന്ന് സ്വഹാബികൾ നോക്കി വെച്ചു. രണ്ടാമത്തെ ദിവസം പ്രവാചകൻ പറഞ്ഞു, ഇന്ന് ആദ്യം വരുന്ന ആൾക്ക് സ്വർഗത്തിന്റെ ഉടമയാണ്, ഇന്നലെ വന്ന അതേ ആൾ തന്നെയാണ്. അങ്ങനെ 3 ദിവസം ആവർത്തിച്ചപ്പോ ഒരു സഹാബി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ കൂടെ ഞാൻ നിങ്ങളെ വീട്ടിൽ വരുന്നുണ്ട്, നിങ്ങളെ കൂടെ താമസിക്കാൻ. എന്താണ് ഇയാൾക്ക് പ്രത്യേകത എന്ന് പഠിക്കാനാ? ഒന്നും പ്രത്യേകത കണ്ടില്ല. സാധാരണ നേരത്തെ ഉറങ്ങുന്നു, സുബൈന്റെ മുമ്പ് കുറച്ചു മുമ്പ് എണീക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, സുബൈന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു, ജമാഅത്തിന് പോകുന്നു. വേറെ പ്രത്യേകത ഒന്നും കണ്ടില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ പോലൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ ഇതുവരെ എന്റെ മനസ്സിൽ ഒരാളെ കുറിച്ച് തെറ്റായ ധാരണ വെച്ചിട്ടില്ല. ഒരാളുടെ കുറ്റോ കുറവിലേക്കോ ഞാൻ പോവലില്ല. എന്റെ നാവ് കൊണ്ട് ഒരൊറ്റ മനുഷ്യനെ ഗീബത്തോ ഏഷണിയോ പരദൂഷണോ ഒന്നും പറയാൻ ഞാൻ പോലില്ല. വേറെ എന്ത് പ്രത്യേകത എനിക്കുള്ള എനിക്കറിയില്ല. അതുകൊണ്ട് ഒരുപാട് അമലൊക്കെ ചെയ്ത് ഓട്ടി നടന്ന മനുഷ്യന്മാര് ചിലപ്പോ നരകത്തിലേക്ക് ഊപ്പൂത്തു. നമ്മൾ വലിയ പ്രവർത്തനമൊന്നുമില്ല എന്ന് വിചാരിച്ചാല് ഒരാളെ കുറിച്ചും ഒന്നും പറയാൻ പോകാതെ തന്റെ അമലും ചെയ്ത് നിസ്കാരവും ദിക്റും പ്രാർത്ഥനയും ഒക്കെ ആയി ചെയ്യാവുന്ന നന്മകളിലൊക്കെ ഏർപ്പെട്ട് ദഅവാരംഗത്തൊക്കെ ഏർപ്പെട്ട് പോയവൻ സ്വർഗത്തിലേക്ക് പോകും. സൂക്ഷിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സർവശക്തനായ അള്ളാഹു പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ നാവുകൊണ്ട്, ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ എല്ലാ പിഴവുകളും നീ നീക്കം ചെയ്ത് ഞങ്ങൾ അനുഗ്രഹിക്കണേ അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ ഈ പറഞ്ഞ സ്വഭാവമുള്ളവർക്ക് നീ മാറ്റം ഉണ്ടാക്കി കൊടുക്കണേ അള്ളാഹുവെ, ഞങ്ങളുടെ നാവുകൊണ്ടോ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഏതെങ്കിലും മനുഷ്യർ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ, അവരെ നേർക്കുനേരെ കാണാനും സംസാരിക്കാനും മാപ്പ് ചോദിക്കുവാനുമുള്ള അവസരം ഉണ്ടാക്കി നൽകണേ അള്ളാഹുവെ, മരിക്കുമ്പോ ശുദ്ധ ഹൃദയത്തോട് കൂടി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, എവിടെ വെച്ച് മരണപ്പെടേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, നിന്റെ അടിമകളായി ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. അറിയാത്തത് കൊണ്ട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. നീ നീട്ടിവെക്കല്ലേ പാരത്രിക ലോകത്തിലേക്ക് നീട്ടിവെക്കല്ലേ നിന്റെ റെക്കോർഡിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് മായ്ച്ചു കളഞ്ഞ് നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم خلص قلوبنا من الرياء اللهم خلص قلوبنا من النفاق اللهم خلص قلوبنا من الشرك والكفر آمين آمين برحمتك يا أرحم الراحمين.